ഗുഡ് മോർണിംഗ് മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 15 ഇവിടെ ഉള്ളൂ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ അടുത്ത ഫോർമുല എടുക്കുന്നതാണ്. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What is the ages now? മക്കളെ, ഈ ഏജ് കണ്ടുപിടിക്കുന്നത് പുരാതന കാലം മുതലേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊക്കെ പഠിക്കുമ്പോഴും ഇതൊക്കെ തന്നെയുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് 3 times ഏജ് ഓഫ് രാമുവിന്റെ വയസ്സിനെക്കാട്ടിൽ 3 times 2 വർഷം കഴിയുമ്പോൾ അത് 2 times ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവരുടെ വയസ്സ് എത്ര? ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പെന്നും അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 2 വർഷം മുമ്പെന്നും. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എത്രയാണെന്ന് അറിയണ്ടേ? അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ വയസ്സിന് നമ്മൾ എന്നാ കൊടുക്കും? എക്സ് ഒന്നും വൈ ഒന്നും. മനസ്സിലായോ? പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് 4 വർഷം മുമ്പ്, 2 വർഷം കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതും ലെറ്റ് ഏജ് ഓഫ് റഹീം ഇസ് ഈക്വൽ ടു എക്സ് എന്നും രാമുണ്ടത് വൈ എന്നും കൊടുത്തു. ഓക്കെ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പ്. ഇനി 4, അപ്പൊ നിങ്ങൾ കണ്ടീഷൻ എഴുതുകയാണ് 4 years ago. 4 വർഷം മുമ്പ്. ആരുടെ വയസ്സ്? റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഏജ് ഓഫ് റഹീം എത്രയാണ്? 4 വർഷം മുമ്പ് അവൻ എത്ര വയസ്സ് കാണും? ഇപ്പൊ 10 വയസ്സുണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം റഹീമിന് 10 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പ് അവന് എത്ര വയസ്സുണ്ടായിരുന്നായിരിക്കും? 10 4 കുറച്ച് 6 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എക്സ്. അപ്പൊ 4 വർഷം മുമ്പ് 4 വയസ്സ് അവന് കുറവാണ്. അപ്പൊ നമ്മൾ എന്നാ എഴുതും? ഇപ്പോഴത്തേനെ കാട്ടി 4 വയസ്സ് കുറവ്. അപ്പൊ രാമുവിന് എന്നായിരിക്കും? ഇപ്പോഴത്തെ കാട്ടി 4 വയസ്സ് കുറവ്. മനസ്സിലായ മക്കളെ എഴുതിയത്? ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സാണ്, വൈയും ഇവരുടെ ഇപ്പോഴത്തെ വയസ്സാണ്. 4 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി 4 വയസ്സ് കുറവാണ്. അതുകൊണ്ടാണ് ഇയാളുടെ വയസ്സ്, റഹീമിന്റെ വയസ്സ് x-4 എന്നും രാമുവിന്റെ വയസ്സ് y-4 എന്നും എഴുതിയത്. അന്നേരമുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 4 years അപ്പോൾ റഹീംസ് ഏജ്. റഹീം ആരാ? റഹീമിന്റെ ഏജ് എത്രയാണ്? x-4 എന്ന് പറയുന്നത്, റഹീമിന്റെ വയസ്സ് എന്ന് പറയുന്നത് 3 times രാമുവിന്റെ വയസ്സിനേക്കാൾ 3 times എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യണം 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. കണ്ടോ? കണ്ടീഷൻ എല്ലാം പഠിക്കുന്നത് കണ്ടോ? 4 വർഷം മുമ്പ് അവരുടെ വയസ്സ് നമ്മൾ x-4 എന്നും y-4 എന്നും എഴുതി. അപ്പോൾ റഹീമിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ, റഹീമിന്റെ വയസ്സ് x-4 എന്ന് പറഞ്ഞാൽ രാമുവിന്റെ വയസ്സിന്റെ y-4ന്റെ 3 times. കണ്ടോ? നമുക്ക് ഇതിലൊന്ന് മാറ്റി എഴുതാം, ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇന്ന് കണ്ടീഷൻ ആക്കാം. ഇത് ചുമ്മാ കിടക്കല്ലേ, എക്സും വൈ അങ്ങനെ അടുക്കിപ്പറക്കി എഴുതാം. അപ്പൊ ആദ്യം എന്നായിരുന്നു? x-4 ഇസ് ഈക്വൽ ടു എന്നാ ചെയ്യാണ്? ഈ 3 കൊണ്ട് ബ്രാക്കറ്റ് കണ്ടോ? ഇതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 കൊണ്ട് ഈ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × y 3y. 3 ഇനി സൈൻ എന്നാ കിടക്കുന്നത്? -3 × 4 12. കണ്ടോ? ഇനി ഇവര് അടങ്ങി ഒതുങ്ങിയല്ലിരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുന്നത് അറേഞ്ച് ചെയ്യാൻ പോവാണേ. എക്സ് ഇവിടെ കിടക്കുന്നു. ഓക്കെ, വൈയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. എക്സ് കഴിഞ്ഞ് വൈ എഴുതാമല്ലോ. +3y ആയിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ -3y. ഇവിടെ ആര് കിടപ്പുണ്ട്? -12 അവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് -4 ഉണ്ട്, അവരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പുറത്ത് പോകുമ്പം +4. കണ്ടോ മക്കളെ? അറേഞ്ച് ചെയ്താണ് എക്സും വൈ നമ്മുടെ ഇക്വേഷന് വേണ്ടി. ഇവിടെ എക്സും വൈയും, ഇവിടെ നമ്പർ മാത്രം വരാൻ വേണ്ടി എക്സ് ഇവിടെ കിടപ്പുണ്ട്, വൈയെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. -3y. -12 അവിടെ ഉണ്ട്, ഇത് അപ്പുറത്തോട്ട് പോയി. ദാറ്റ് ഈസ് x-3y ഇസ് ഈക്വൽ ടു മൈനസും പ്ലസും എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 12 അല്ലേ? എന്നിട്ട് വലുതിന്റെ സൈൻ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എന്താണ്? x-3y ഇസ് ഈക്വൽ ടു -8. ഇത്രയും ചെയ്തപ്പോഴാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എൺപതൊന്നും ഈസി അല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ രാമും ഒക്കെ എപ്പോഴും വരുന്നതാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. എത്രയാണ്? നമ്മൾ അവിടെ ഇട്ടേക്കുവാണേ. ഇതാണ് x-3y ഇസ് ഈക്വൽ ടു -8. ഇനി അടുത്ത കണ്ടീഷൻ, ആഫ്റ്റർ 2 years. ആഫ്റ്റർ 2 years ഏജ് ഓഫ് റഹീം, ഏജ് ഓഫ് രാമു.
2 വർഷം കഴിഞ്ഞ്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു റഹീമിന്റെ ഏജ് എത്രയായിരുന്നു, നമ്മൾ ഇപ്പോഴത്തെ ഏജ് എക്സും രാമുവിന്റെ വൈയുമാണ് എഴുതി. 4 വർഷം മുമ്പുള്ള കണ്ടീഷൻ നമ്മൾ എഴുതി. അപ്പൊ ഈ 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പൊ അവന് 10 വയസ്സുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് എത്ര വയസ്സാ? 12 അല്ലേ? 2 വർഷം കൂടെ കൂടി. അപ്പൊ ഇപ്പോഴത്തെ അവന്റെ വയസ്സ് എക്സ് ആണ്. 2 വർഷം കൂടെ കഴിഞ്ഞാൽ അവന് +2 ആകും. അതുപോലെ തന്നെ രാമുവിന് എന്നാകും? വൈ ആണ് ഇപ്പോഴത്തത്. 2 വർഷം കൂടെ കഴിഞ്ഞാൽ അവന് y +2 ആകും. +2 കേട്ടോ. 4 വർഷം മുമ്പുള്ളതെന്ന് പറഞ്ഞപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു. 2 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം +2 ഇട്ട് കൊടുത്തു. ഇനി അന്നേരം കണ്ടീഷൻ ഉണ്ട്, ആഫ്റ്റർ 2 years it would be become 2 times. It would become 2 times. ആരുടെ കാര്യം മുമ്പേ പറഞ്ഞത്? റഹീമിന്റെ ഏജ് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് റഹീമിന്റെ ഏജ്. റഹീമിന്റെ ഏജ് എത്രയാണ്? x+2 എന്ന് പറഞ്ഞാൽ രാമുവിന്റെ വയസ്സിന്റെ എത്ര ടൈംസ് ആണ്? would become 2 times. 2 times ആവും കേട്ടോ. ആഫ്റ്റർ 2 years this would become നമ്മൾ വിചാരിക്കുന്നത് എന്തിന്റെ കാര്യം പറയുന്നത്? ആദ്യത്തെ കണ്ടീഷൻ ഉണ്ട്, റഹീമിന്റെ ഏജ് എന്നാ പറഞ്ഞത്. റഹീമിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ x+2 എന്ന് പറഞ്ഞാൽ രാമുവിന്റെ കാട്ടി 2 ടൈംസ്. മുമ്പത്തെ പോലെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക. x+2 മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ 2 × y 2y പ്ലസ് സൈൻ 2 × 2 4. എക്സും വൈ ഒരു സൈഡിൽ കൊണ്ടുവരുവാണ്. എക്സ് 2y ഇപ്പുറത്ത് വരുമ്പോൾ +2y ആയിരുന്നു. -2y = 4 ഇവിടെ കിടപ്പുണ്ട്. +2 ഇവരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -2. ഇനി ഒന്ന് മാറ്റി എഴുതിക്കേ. x - 2y = +4 - 2. സബ്ട്രാക്ട് ചെയ്തിട്ട് വരുന്നുണ്ട് സൈൻ. ഇക്വേഷൻ നമ്പർ 2. x - 2y = 2. രണ്ട് കണ്ടീഷനും കിട്ടി. കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടീഷൻ വെച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ എന്നായിരുന്നു? x - 3y = -8 എന്നും x - 2y = 2 എന്നും. ഇക്വേഷൻ നമ്പർ 2 1. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത്രയും കിട്ടി. ഒരുപോലെ ആരിലും ഉണ്ടോ? ഉണ്ടല്ലോ. എക്സ് ഒരുപോലെ, പക്ഷേ സൈൻ സെയിം ആണ്. വ്യത്യാസമാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ആദ്യം ചെയ്തു, രണ്ടാമത്തെ ആണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ എന്നാ സൈൻ മാറ്റാൻ? -x ആകും. ഇതെന്നാകും? +3y ആകും. -8 ആയിരുന്നു, +8 ആയി. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 2 മാറ്റണോ? വേണ്ട, അതുപോലെ തന്നെ എഴുതി മക്കളെ. അറിയത്തില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞോണ്ട് ചുമ്മാ ഇരിക്കണ്ട. മൈനസും പ്ലസും വന്ന് ക്യാൻസലായി. +3y - 2y. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ 1y. വലുത് 3 ആ, അപ്പൊ അതിന്റെ പ്ലസ്. ഇവിടെ 2ഉം 8 2 പ്ലസ്. അതുകൊണ്ട് 8 + 2 10. അപ്പൊ 1y എന്ന് പറഞ്ഞാൽ y തന്നെ. അപ്പൊ y എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, ആരുടെ y ആരായിരുന്നു? രാമു. ഇനി എക്സ് കണ്ടുപിടിക്കട്ടെ. ഏതെങ്കിലും ഇക്വേഷൻ അത്ര കൊടുക്കാം. ഫസ്റ്റിനകത്ത് തന്നെ കൊടുക്കട്ടെ. ഈ പ്രാവശ്യം സെക്കൻഡിൽ കൊടുക്കാം അല്ലേ? x - 2y = 2. x - 2 × y സ്ഥാനത്ത് എത്ര കൊടുക്കും? 10 = 2. x - 10 × 2 20 = 2. x -20 ഇപ്പുറത്ത് പോകും. 2 അതുപോലെ എഴുതി. -20 അപ്പുറത്ത് പോകുമ്പോൾ +22. Therefore x = 22. ആരാ എക്സ്? ഏജ് ഓഫ് റഹീം. അപ്പൊ ലാസ്റ്റ് എടുത്തെഴുതണം. ഏജ് ഓഫ് റഹീം = 22. ഏജ് ഓഫ് രാമു = 10. സിമ്പിൾ അല്ലേ മക്കളെ? ആ കണ്ടീഷൻ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ നിങ്ങളൊന്ന് പാടുപെട്ടാൽ മതി അല്ലേ? അത് നിങ്ങൾ ചെയ്ത് പഠിക്കും കേട്ടോ. ഇതുപോലുള്ള എന്തായാലും ഇത് വരും. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഇപ്പം പേര് മാറ്റുമെന്നുള്ളൂ. രാമോ റഹീമോ മാറ്റിയിട്ട് വേറെ പേരിടും. ഈ കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ 4 വർഷം മുമ്പ് അല്ലെ 2 വർഷം കഴിഞ്ഞ് 10 വർഷം മുമ്പ് അങ്ങനെയൊക്കെ വരും. എന്തായാലും നിങ്ങളിത് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്കിതറിയില്ല, ആദ്യമായിട്ടാണ് ഇതുപോലുള്ള അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ചെയ്ത് പഠിക്കണം. വീഡിയോ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ഇത് കേട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ കാണാതെ ഒന്ന് തന്നെ ചെയ്യുക. അപ്പം നിങ്ങളതിൻ്റെ ആ ഫോമാറ്റ് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ കണ്ടിട്ട് ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് പറയണം കേട്ടോ. താങ്ക് യു.